ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് എമ്പുരാൻ. എന്തല്ലേ 3 ദിവസം കൂടി കേട്ടോ, 3 ദിവസം. അതങ്ങനെ ആലോചിക്കുമ്പോഴാണ്, ദിവസത്തിന്റെ കണക്ക് പറയുമ്പോഴാണ് ഇത് ഇങ്ങനെ തള്ളി നീക്കി പോവും എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നത്. ഭയങ്കര തന്നെ കേട്ടോ അത്. നമ്മുടെ കാര്യത്തിനേക്കാളും കൂടുതൽ ഒരു കാര്യം ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. സത്യം. അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. ഇത് നമുക്ക് കുറച്ച് വീഡിയോ എടുത്ത് ചെയ്താൽ അതെ, ഇത് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി പെടുന്ന ഒരു പാടുണ്ടല്ലോ, അതൊരു ഭയങ്കര തന്നെ കേട്ടോ. എന്തായാലും 3 ദിവസേ ഇനി എമ്പുരാൻ എന്ന ആ കൊടുങ്കാറ്റ് വീശാൻ സമയമുള്ളൂ. 27-ന് സിനിമ നമ്മുടെ മുന്നിലേക്ക് വരും. രാവിലെ 6 മണിക്ക് തുടങ്ങും. പല സ്ഥലങ്ങളിലും മാരത്തോൺ ആണ് കേട്ടോ. അതായത് തൃശ്ശൂർ രാഗം തിയേറ്ററൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. 12 മണിക്കും 3 മണിക്കും പിന്നെന്താ ഈ വെളുപ്പിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരെ ഷോ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ തകർത്തോണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും PVR 2-3 തിയേറ്റേഴ്സ് അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് മാരത്തോൺ ഷോസ്. എന്തായാലും ഒരുപാട് ഓഫീസുകൾക്കൊക്കെ കമ്പനികൾക്കൊക്കെ ലീവ് കൊടുത്തിട്ടുണ്ട്. കമ്പനി സ്കൂളുകൾക്ക് ഏതാ റേഞ്ച് സത്യം എന്താലേ പ്രഖ്യാപിച്ചപ്പോഴേ എല്ലാരും ആഘോഷിക്കട്ടെ. അല്ലാണ്ട് എന്താണ് സംഭവം? ഇത് ജോലിക്കാരെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതല്ല, മുതലാളിമാർക്ക് കാണാനുള്ളതാണ്. മുതലാളിമാർക്ക് പടത്തിന് പോകാൻ വേണ്ടിട്ട് അങ്ങ് ലീവ് കൊടുത്തില്ല പണിയാണ്. ഒന്ന് മുതലാളിമാർക്ക് വലിയ നഷ്ടമാവും, കാരണം അന്നായിരിക്കും ഏറ്റവും കൂടുതൽ ലീവ് പോകുന്നത്. ഒരു വർക്കും നടക്കൂല. അപ്പൊ അതിലും നല്ല അങ്ങ് ലീവാക്കി കൊടുക്കുകയാണെങ്കിലേ അവർക്കും സിനിമ കാണാം, കാര്യങ്ങൾ നടക്കുകയും ചെയ്തോളും. എന്തായാലും റെക്കോർഡുകളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എമ്പുരാൻ. പ്രീസെയിലിൽ ഒരുപാട് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഒരു വലിയ സംഖ്യ തന്നെ നമ്മളിപ്പോ കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു റെക്കോർഡുണ്ട്, മറ്റൊരു റെക്കോർഡാണ് മലയാള സിനിമ ആദ്യമായിട്ട് പ്രീസെയിലിൽ 2 ഡിജിറ്റ് കയറുകയാണ്. അതെ, ഡബിൾ ഡിജിറ്റിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. 10 കോടിന്റെ മുകളിലായിട്ടുണ്ട്. അത് ഫസ്റ്റ് ഡേ കളക്ഷൻ. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ കളക്ഷനിൽ 10 കോടിക്ക് മുകളിലേക്ക് ഒരു മലയാള സിനിമ വരുന്നത്. ഇനിയും 3 ദിവസം ബാക്കി നിൽക്കുകയാണ്, അതും കൂടി ഓർക്കണം. മലയാള സിനിമ എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൽ ഒരേ ഒരു സിനിമ മാത്രമാണ് ഡബിൾ ഡിജിറ്റ് കയറിയിട്ടുള്ളത്. അത് ലിയോ സിനിമ മാത്രമാണ്. അതെ, കേരളത്തിൽ ആകെ ഒരൊറ്റ ഒരെണ്ണം. അതിനെയാണ് നമ്മൾ തൂക്കാൻ നിൽക്കുന്നത്. അതെ. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ വീക്കെൻഡ് പ്രീസെയിൽ നടന്നിരിക്കുന്നതായിട്ട് പറയുന്നത് 53 കോടിയാണ്. 53 കോടി കേൾക്കുന്നുണ്ട്, പക്ഷെ അത്ര പെട്ടെന്നായോ? ഇത് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് ഒരുപാട് പേര് നമുക്ക് അയച്ചു തരുന്നുണ്ട്. പിന്നെ പലയിടങ്ങളിലും ഇതിന്റെ പോസ്റ്റ് കണ്ടു. ചില വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ന്യൂസുകളും കണ്ടു. അതെ, നമുക്ക് അതായത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞങ്ങളുടെ ഒരു കണക്കിൽ 35 കോടിക്ക് മുകളിലും 40ന്റെ ഇടയിലുമായിട്ടുള്ള ഒരു കണക്കാണ്. 53 ആയിട്ടുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതെ, കാരണം ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? 20-21 കോടിന്റെ മാറ്റം. അതും ഓപ്പൺ ചെയ്തിട്ടുള്ള ആദ്യത്തെ ദിവസം അല്ല. അതെ, മൂന്നാമത്തെ ദിവസമാണ്. അതെ, തള്ളിക്കയറ്റം എന്തായാലും ആദ്യത്തെ ദിവസത്തിനേക്കാളും കുറവായിരിക്കൂലേ പിന്നുള്ള ദിവസങ്ങളിൽ. പിന്നെ അപ്പോൾ 3-ാമത്തെ ദിവസത്തിലാണ് അതും 20 കയറണം. 32 കോടിയിൽ നിന്ന് 21 കോടി വരണം. അത്ര എന്തായാലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അറിഞ്ഞൂടാ അതിന്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് കേട്ടോ. അതൊരു സത്യം. ഇനി പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ചിലപ്പം, അറിഞ്ഞൂടാ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. എന്താണെങ്കിലും അടുത്തത് ബുക്ക് മൈ ഷോയിലെ റെക്കോർഡാണ്. 3 ദിവസത്തെ 902K ഇതുവരെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് ഡേ 645ഓളം വന്നിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം 200 സംതിങ് ആയി. പിറ്റത്തെ ദിവസം 100 ആയി. അതായത് കുറഞ്ഞുകൊണ്ടാണ്, അതിൻ്റെ ഓക്യുപ്പൻസി അനുസരിച്ചാണ് പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് വന്ന് 902K. തൊട്ട് പുറകിലുള്ളത് ലിയോയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, എതിരാളികൾ ആരാണോ ശക്തർ, ആ പേരെ ഇതിന്റെ കൂടെ നമ്മൾ ക്ലാഷിൽ പറയുള്ളൂ. പിന്നെ പലരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഒരുപാട് സിനിമകൾ വേറെ ഉണ്ടായിരുന്നല്ലോ, കൽക്കിനെ പൊട്ടിച്ച് പുഷ്പനെ പൊട്ടിച്ചു എന്നുള്ള ന്യൂസ് വേറെ ഉണ്ട്, എന്തുകൊണ്ട് അത് എടുത്തു പറയാതെ ലിയോനെ പൊട്ടിച്ചു എന്നത് കൂടുതൽ വാർത്തയാവുന്നു? അതായത് കാരണം അതിനുള്ള പവർ വരുന്ന സിനിമ അതാണ്. 898K ആണ് ലിയോന്റെ ടിക്കറ്റ്സ് ബുക്കിംഗ് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും വരട്ടെ, വന്നോളും. വന്ന ഒരു സാധനം ഉണ്ട്, 3 ദിവസത്തിന്റെ ഒരു പോസ്റ്റർ ഒന്നുണ്ട്.
ഇതൊക്കെ തിയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു സാധനം എന്തായാലും ഗണ്ണ് മനസ്സിലായി കാണും അല്ലോ അല്ലേ? അതിന്റെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഉണ്ടായിരുന്നു ഈ ഷോട്ട്. അതിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. യെസ്, എന്താണെങ്കിലും പോസ്റ്റർ ഗംഭീരം. ഇപ്പൊ നാളെ എന്തായിരിക്കും ആലോചിക്കുന്നത്? 2ഉം 1ഉം. അതെ, അതെന്തായിരിക്കും 2 എന്തായിരിക്കും? 2 എന്നുള്ളത് അത് നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും നിൽക്കുന്നത് 2 ആയിട്ടായിരുന്നു ആയിരിക്കും. ഇപ്പൊ എമ്പുരാൻ എന്നുള്ളത് ട്രെയിലറിൽ എഴുതി കാണിച്ചിട്ടുണ്ടോ? ആദ്യം 2 അങ്ങനെ ഉള്ളിൽ നിന്ന് രണ്ടുപേരുടെ ഇടയിൽ നിന്ന്, എന്നിട്ട് അത് എമ്പുരാൻ എന്ന് എഴുതി കാണിച്ചത്. അതുപോലെ ആ ഒരു പോസ്റ്റർ അങ്ങനെ തന്നെ യൂസ് ചെയ്താണ് സാധ്യത. അതെ. പിന്നെ 1 അത് ലാലേട്ടന്റെ മാത്രം. ലാലേട്ടൻ ഒറ്റയ്ക്കായിരിക്കും. അതെ, മാത്രം ലാലേട്ടൻ നിൽക്കൂ. ലാസ്റ്റ് അതിന്റെ നിഴല് കൊടുക്കാം അല്ലേ? നിഴല് കൊടുക്കാട്ടോ. അപ്പൊ എല്ലും ആവും, പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഇതിപ്പോ കൊണ്ടുപോകില്ലേ? കൊണ്ടുപോകണം. അപ്പൊ പറയാം നമുക്ക്. കണ്ടോ, ഞങ്ങളതാണെന്ന്, ഇത് നമ്മുടേതാണെന്ന്. എന്താണെങ്കിലും കർണാടകയിലെ ഇതിന്റെ പ്രീസെയിലും ടിക്കറ്റ് ബുക്കിങ്ങും ഒക്കെ ഭയങ്കര സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോംബാലയാണ് അവിടെ റൈറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ. എന്താണെങ്കിലും ഭയങ്കര സംഭവമായിട്ടാണ് അവിടെ. തോന്നുന്നു കേരളം പോലെ തന്നെ ഒരു കൊച്ചു കേരളമായി മാറിയോന്നു. അത്രയ്ക്കും ടിക്കറ്റ് ബുക്കിങ്ങും ഷോസും ആണ്. അതെ, വരവറിയിക്കുമ്പോ എന്തായാലും ചില പ്രശ്നങ്ങൾ പുഴുക്കുത്തുണ്ടാവും, അത് സ്വാഭാവികം. എന്തായാലും എമ്പുരാൻ സിനിമക്കെതിരെ ഒരു ബോയ്ക്കോട്ട് ആഹ്വാനം ഒരു കന്നഡ പേജിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെ, എക്സിലാണ് അത് വന്നിരിക്കുന്നത്. സംഭവം ചെറുതായിട്ടൊന്ന് പറയാം. ഇവര് എന്താണ് ഇവരുടെ ഒരു ചിന്ത എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാവാത്ത. വല്ലാത്ത മനുഷ്യന്മാര് തന്നെ. അതും ഇത് ലാംഗ്വേജ് വെച്ചിട്ടാണ് പരിപാടി. അതിൽ ചെറിയൊരു കുത്ത് അതാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലുതാവും. ഓക്കെ, എന്തായാലും ന്യൂസ് ഇതാണ്. ഓക്കെ, മലയാളം ആയതുകൊണ്ട് എനിക്ക് വന്നു. ഇംഗ്ലീഷ് മാത്രമേ മച്ചാന് പിടിക്കുള്ളൂ. എന്ത് ചെയ്യാനാണ്? ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു കൈ അല്ല 2 കൈ നോക്കൂ. അടുത്തതല്ല, കാര്യം ഇതാണ്. എമ്പുരാനെതിരെ ബോയ്ക്കോട്ട് ആഹ്വാനവുമായി കന്നഡ എക്സ് പേജ്. മലയാളത്തിൽ തന്നെ ചിത്രം സംസ്ഥാനത്താകെ റിലീസ് ചെയ്യുന്നത് മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണെന്ന് കന്നഡ ഡൈനാസ്റ്റി എന്ന എക്സ് പേജ് പറയുന്നു. അതിൻ്റെ അട്ടേ കൂടി സംഭവമേ വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ. അതെ, ഇതിന് ബാക്കിയായിട്ട് പറഞ്ഞ എമ്പുരാൻ എന്ന മലയാളം സിനിമയെ ഒരു വിതരണ കമ്പനി കർണാടകയിൽ മുഴുവൻ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. അതും മലയാളം ഭാഷയിൽ. അത് ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. മലയാള സിനിമയ്ക്ക് 1000 ഷോകൾ നൽകുന്നു, എന്നാൽ കന്നഡയിൽ ഷോകൾ ഒന്നുമില്ല എന്നാണ് എക്സില് വന്നിട്ടുള്ള ന്യൂസ് കേട്ടോ. അപ്പുറത്തുണ്ടോ? ബാക്കിയുണ്ടോ? മലയാളത്തിൽ മാത്രം റിലീസ് ചെയ്ത് അബദ്ധമാണ് ഹോംബാലെ ഫിലിംസ് കാണിക്കുന്നതെന്നും മറ്റൊരു പോസ്റ്റിൽ പറയുന്നു. വടക്കൻ കർണാടകയിൽ ആരാണ് മലയാള സിനിമകൾ കാണുന്നതെന്നും മാംഗ്ലൂരുവിലും ബാംഗ്ലൂരുവിലും ആണ് മലയാള സിനിമകൾ കാണാറുള്ളതെന്നും പോസ്റ്റിൽ പറയുന്നു. മലയാളം അടിച്ചേൽപ്പിക്കരുതെന്ന് ഈ പോസ്റ്റിലും പറയുന്നുണ്ട്. വടക്കൻ കർണാടകയില് ആ ഡയലോഗ് എനിക്ക് ഓർമ്മ ലൂസിഫറിലെ ഡയലോഗാ. വടക്കൻ കളരികളിലെ എണ്ണം പറഞ്ഞു വെട്ടുന്ന ഒരു പതിവുണ്ട് എന്നുള്ളത്. പക്ഷെ എന്റെ കളരിയിൽ എണ്ണത്തിനല്ല, ആഴത്തിലാ കണക്കുന്നു. അങ്ങനെ എന്തോ ഒരു സാധനമല്ലേ പറയുന്നത്? തരും, അത്രേ ഉള്ളൂ. അത് തന്നിരിക്കും. ഇപ്പൊ ആഴുന്നുണ്ട് അവിടെ. എന്താണെങ്കിലും തകർത്തോണ്ടിരിക്കുകയാണ്. അടിവേര് വരെ ആഴ്ത്തിട്ട ഗോൾ പറഞ്ഞേ. അതാണല്ലോ സംഭവിച്ചോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര മോശം സംഭവം കേട്ടോ. നമ്മളൊക്കെ എത്രയോ സിനിമകള് അവരുടെ കന്നഡ സിനിമകളൊക്കെ ഇവിടെ വന്നിട്ട് ആഘോഷിച്ചേക്കുന്നു. അത് അത്രമാത്രം നമ്മള് ആവേശത്തോടെ കാത്തിരുന്ന സിനിമകളൊക്കെയാണ് KGF 2 ഒക്കെ. പക്ഷെ KGF 2 വന്നപ്പോഴേ ഭയങ്കര, അത് ഏത് മലയാളത്തിലോ ഏതിലോ ആയിക്കോട്ടെ, പക്ഷെ കന്നഡ മൂവി അല്ലേ, അത് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞത് സ്നേഹം കൊണ്ടല്ലോ. എന്താണെങ്കിലും മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ റിലീസ് ഇവന്റ് നടക്കുന്നുണ്ട് ഇന്ന് ചെന്നൈയിൽ കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്കാണ് PVR സത്യം സിനിമാസിൽ. ഇഷ്ടം ഇന്ന് മറ്റുള്ള സംഭവം, ഇന്ന് ഗോപാലനുമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് എമ്പുരാനെ കുറിച്ചുള്ളത്. അപ്പൊ അതിനകത്ത് കുറച്ച് സാധനം ചാടും, കിട്ടും. പിന്നെ ഈ PVRലെ ഇതിന്റെ സംഭവങ്ങള്, ഒരുപാട് സംഭവങ്ങൾ വരും. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. വരുന്നത് നമ്മൾ വീഡിയോ ആയിട്ട് വരും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.